ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. കാസ മറിച്ചിട്ടോ, ഓസ്തി ചവിട്ടിമെതിച്ചോ? തിരുരക്തം, കർത്താവ് ഈശോ മിശിഹായുടെ തിരുരക്തമുള്ള കാസ മറിച്ചിട്ടെന്നും ഓസ്തി ചവിട്ടിമെതിച്ചുമെന്നും എറണാകുളത്തെ വിമത വൈദികർ പ്രചരിപ്പിക്കുന്നുണ്ട്. ചില അൽമായ സത്യവിശ്വാസികൾക്കെതിരെയുള്ള ഒരു പ്രചരണമാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് റവറൻ ഡോക്ടർ ജെയിംസ് മാത്യു പാമ്പാറച്ചൻ കർമ്മല കുസുമത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു. അദ്ദേഹം കാനൻ ലോ വിദഗ്ധനാണ്. 25 വർഷത്തിലധികമായി സഭാ നിയമം പഠിപ്പിക്കുകയും വിവിധ കമ്മീഷനുകളായി പോവുകയും വത്തിക്കാൻ നേരിട്ട് നിയമിച്ച കമ്മീഷണറായി പോവുകയും പിന്നെ സഭയിൽ ന്യായാധിപനായി പ്രവർത്തിക്കുകയും ചെയ്ത അച്ഛനാണ്. അച്ഛൻ്റെ ലേഖനത്തിലെ ഒരു പാരഗ്രാഫ് ഞാനൊന്ന് വായിക്കുകയാണ്. ഈ കർമ്മല കുസുമത്തിൽ വന്ന ലേഖനത്തിൽ പാമ്പാറച്ചൻ്റെ വാക്കുകളാണ്. 2022 ഡിസംബർ 24 എറണാകുളത്ത് സെൻറ് മേരീസ് ബസിലിക്കയിൽ ചില അൽമായർ 1442 കാനോനിൽ പറഞ്ഞിരിക്കുന്ന വിശുദ്ധ കുർബാനയോടുള്ള ദൈവനിന്ദ എന്ന കുറ്റം ചെയ്തുവെന്നും ആ അൽമായരെല്ലാം അതിനാൽ തന്നെ വലിയ മഹറോൻ ശിക്ഷയാൽ ശിക്ഷിക്കണമെന്നും പലരും ആവശ്യപ്പെട്ടതായും 2023 ജനുവരി 15 എറണാകുളം മറൈൻ ഡ്രൈവിലേക്ക് നടന്ന പാപപരിഹാര റാലിയിൽ ആവശ്യപ്പെട്ടതായും കേൾക്കുകയുണ്ടായി. എന്നാൽ 2022 ഡിസംബർ 24 ബസിലിക്കയിലെ മധുബകയിൽ നടന്ന അനിഷ്ട സംഭവങ്ങളുടെ വീഡിയോ കണ്ടതിലും ആ സമയത്ത് അവിടെ അൽത്താരയിൽ ബലിയർപ്പിച്ചുകൊണ്ടിരുന്ന തോമസ് നങ്ങേലിമാലിലച്ചൻ്റെ സാക്ഷ്യപ്രകാരവും അവിടെ അങ്ങനെയൊരു വിശുദ്ധ കുർബാനയോടുള്ള സാക്രലജ് ദൈവനിന്ദ നടന്നിട്ടില്ല എന്ന് വ്യക്തം. തോമസ് നങ്ങേലിമാലിലച്ചനോട് ഈ വിഷയത്തിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ഈ ലേഖകൻ പാമ്പാറച്ചൻ 2022 ഡിസംബർ 26 അയച്ച സന്ദേശത്തിന് അന്നേ ദിവസം തന്നെ അച്ഛൻ വാട്സാപ്പിലൂടെ നൽകിയ മറുപടി റിട്ടൺ ഡോക്യുമെൻ്റ് പ്രസക്ത ഭാഗങ്ങൾ താഴെ കുറിക്കുന്നു. ഞങ്ങൾ 3 അച്ഛന്മാർ ചേർന്നാണ് ആ സമയത്ത് ബലിയർപ്പിച്ചത്. അതിന് വിരുദ്ധമായി 5 അച്ഛന്മാർ എന്നൊക്കെയാണ് നുണ പോസ്റ്റിൽ പറയുന്നത്. അക്രമികൾ പരിശുദ്ധ മധുബകയിലേക്ക് ആക്രോശിച്ചുകൊണ്ട് തള്ളിക്കയറി വരുമ്പോൾ എൻ്റെ ചങ്ക് പിടഞ്ഞു. അപകടമാണ് തോന്നിയ അടുത്ത നിമിഷം ഞാൻ ചെയ്തത് തിരുക്കാസ എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ്. തുടർന്ന് ഏതാനും അച്ഛന്മാരും അൽമായരും ചേർന്ന് എനിക്ക് സംരക്ഷണം ഒരുക്കി. ഏതാണ്ട് 25 മിനിറ്റോളം ആ സംഘർഷം തുടർന്നു. വിശുദ്ധ കുർബാനയുടെ ബാക്കി ഭാഗം വിശുദ്ധ കാസ ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചും സഹകാർമ്മികൻ തിരുവോസ്തി കയ്യിൽ പിടിച്ചും അർപ്പിച്ചു. പ്രാർത്ഥനകളെല്ലാം മനസ്സിൽ ചൊല്ലി. സംഘർഷത്തിനിടയിലും അൾത്താരയിൽ വെച്ച് തന്നെ വിശുദ്ധ കുർബാന പൂർത്തിയാക്കി കർത്താവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഉൾക്കൊണ്ടു. നങ്ങേലിമാലിലച്ചൻ്റെ ഈ പ്രസ്താവനയിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവിടെ ബസിലിക്ക പള്ളിയിൽ ആരും പിന്നീട് പലരും ആരോപിച്ചതുപോലെ തിരുരക്തമടങ്ങിയ കാസ മറിച്ചിടുകയോ തിരുവോസ്തി ചവിട്ടിമെതിക്കുകയോ ചെയ്തിട്ടില്ല എന്ന്. തങ്ങൾ ചെയ്ത ഗൗരവമായ കുറ്റങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനും ജനരോഷം MTNSന് നേരെ തിരിക്കുവാനുമായി പിന്നീടുണ്ടാക്കിയ തിരക്കഥയാണ് അൽമായർ വിശുദ്ധ കുർബാനയെ നിന്ദിച്ച് ഗൗരവതരമായി കുറ്റം ചെയ്തുവെന്നത്. ആ തോന്നൽ വിശ്വാസികളുടെ മനസ്സിൽ രൂഢമൂലമാക്കാൻ വേണ്ടി തിരുരക്തം ചിന്തിമറിഞ്ഞ് കിടക്കുന്ന കാസയുടെ കാർട്ടൂണും എറണാകുളം വിമതരുണ്ടാക്കി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹിറ്റ്ലറിന്റെ കീഴിൽ പോൾ ഗീബൽസ് എന്ന നാസി തന്ത്രജ്ഞൻ ഉപയോഗിച്ച അതേ തന്ത്രം തന്നെയാണ് ഇന്നും എറണാകുളം വിമത വൈദികരെ പയറ്റുന്നത്. അതായത് നുണ 1000 ആവർത്തിച്ച് സത്യത്തിന് പരിവേഷം നൽകാൽ. ഇതിനാണ് മലയാളത്തിൽ ഗീബൽസിൻ തന്ത്രം എന്ന് വിശേഷിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ അവിടെ കുർബാന അർപ്പിച്ച നങ്ങേലിമാലിലച്ചൻ്റെ സാക്ഷ്യം തന്നെ അദ്ദേഹം കാസ അദ്ദേഹത്തിൻ്റെ കയ്യിൽ, തിരുവോസ്തി അദ്ദേഹത്തിൻ്റെ കയ്യിൽ. അങ്ങനെയാണ് ഈ ആവർത്തിച്ച് ആ കുർബാന അർപ്പണത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണ് അങ്ങനെയാണ് ചെയ്തതെന്നാണ് അച്ഛൻ തന്നെ പറയണേ. അവിടെ കുർബാന അർപ്പിച്ച അച്ഛൻ. എന്നിട്ട് ഈ ദൈവനിന്ദ ചെയ്തത് വാസ്തവത്തിൽ ഈ അച്ഛന്മാരാണ്, വിമത വൈദികർ. അനുവാദമില്ലാതെ ബസിലിക്ക പള്ളിയിൽ അനുവാദമില്ലാതെ കുർബാന ഇങ്ങനെ ആവർത്തിച്ച് ചൊല്ലി അത് തടയാൻ വന്ന സത്യവിശ്വാസികൾ അവരുടെ മേലെ എല്ലാ ഭാരം കെട്ടിവെക്കാൻ വേണ്ടി നുണ പറഞ്ഞുണ്ടാക്കി മാത്രമല്ല തിരുരക്തം ഇങ്ങനെ മറിഞ്ഞു പോയതായിട്ട് കാർട്ടൂൺ വരയ്ക്കുക,
അതുപോലെ ഓസ് ചവിട്ടി ബേക്കുന്നത് കാർട്ടൂൺ വരയ്ക്കുക, വിമതരും വൈദികരും വിമത അൽമാരും ചേർന്ന് നടത്തുന്ന പരിപാടി അത്. അതിനാണ് അച്ഛൻ മറുപടി കൊടുത്തിരിക്കുന്നത്. കൃത്യമായ രേഖകളുടെ വെളിച്ചത്തിലാണ് പാമ്പാർ അച്ഛൻ മറുപടി കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനാൽ ഈ നുണ പ്രചരിപ്പിക്കുന്നത് എറണാകുളം വിമത വൈദികരും അവരുടെ ശിങ്കിടികളായ വിമതരുമാണ്. മാത്രമല്ല അവർ ചെയ്ത മഹാപാതകം, അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഈ പരിഹാര പ്രദക്ഷിണം മുഴുവൻ നടത്തിയത്. അത് അവർ ചെയ്ത കുറ്റം അത്ര വലുതാണെന്നും അതിന് വരാമെന്ന് വലിയ ശിക്ഷയാണെന്നും തിരിച്ചറിഞ്ഞപ്പോൾ അവരുടെ കുറ്റം മറച്ചു വെക്കാൻ വേണ്ടിയാണ് ഈ കഥകളൊക്കെ പ്രചരിപ്പിച്ചത്. ചുരുക്കത്തിൽ നുണ ആവർത്തിച്ച് 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 പറഞ്ഞ് സത്യത്തിന് പരിവേഷം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എറണാകുളം വിമത വൈദികർ. അവർ ഞാൻ പറഞ്ഞതുപോലെ വിനാശത്തിൻ്റെ അങ്ങ് പടുകുഴിയിലേക്ക് പതിക്കുകയാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കണമെന്നാണ് നമ്മൾക്കൊക്കെ ആഗ്രഹവും പ്രാർത്ഥനയും. പക്ഷെ അവർ കൂടി മനസ്സ് വെച്ചാലേ, ഹൃദയം കഠിനമാക്കാതെ മനസ്സ് വെച്ചാലേ അത് സംഭവിക്കൂ. അത് സംഭവിക്കാൻ വേണ്ടി നമ്മൾ ഈ പ്രത്യേകിച്ച് നോമ്പ് കാലത്തിലേക്കൊക്കെ പോകാൻ നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ്. ഇത്തവണത്തെ നോമ്പ് കാലം എറണാകുളത്തെ വിമത വൈദികരുടെ മാനസാന്തരത്തിന് വേണ്ടിയുള്ള യഥാർത്ഥ ഉപവാസത്തിൻ്റെയും നോമ്പിൻ്റെയും ചൈതന്യം ആയിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അവർ മാനസാന്തരപ്പെടാൻ വേണ്ടി നമുക്ക് മുട്ടിപ്പായി കർത്താവിനോട് പ്രാർത്ഥിക്കാം. അവരുടെ നുണപ്രചരണങ്ങൾ അവസാനിപ്പിച്ച് സഭയോട് ചേർന്ന്, മെത്രാന്മാരുടെ സിനഡിനോട് ചേർന്ന് സഭ അംഗീകരിച്ച കുർബാന ചൊല്ലാനായിട്ട് വിമത വൈദികർ തയ്യാറാകണമെന്ന് നമുക്ക് അവരോട് അഭ്യർത്ഥിക്കാം. അവർക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.